പഹൽഗാം ആക്രമണവും ഇന്ത്യയുടെ തിരിച്ചടിയും പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ യുദ്ധസമാന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ ഷെല്ലാക്രമണം തുടരുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കാൻ സൈന്യത്തിന് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടത്രേ. അതായത് കാര്യങ്ങൾ ഇവിടെയൊന്നും നിൽക്കില്ല എന്ന സൂചനയാണ് വരുന്നത്. പാകിസ്ഥാൻ ഇനി നടത്തുന്ന ഏതൊരു പ്രകോപനവും മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. യുദ്ധത്തിന്റെ കെടുതി ഭയാനകമായിരിക്കുമെന്ന് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ ഭീകരത എത്രത്തോളമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. യുദ്ധവും സമാധാനവും എന്ന തലക്കെട്ടിൽ M സ്വരാജ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നതും ഇതേ കാര്യമാണ്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അന്നു രാവിലെ സുമാർ 9 മണിക്ക് സേവാനഗറിലെ തന്റെ ഒറ്റമുറി സർക്കാർ ക്വാർട്ടറിൽ വെച്ച് ശ്രീധരൻ ഉണ്ണി ഇല്ലാതെയായി. പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിൽ ശ്രീധരനുണ്ണി എന്ന കഥാപാത്രത്തിന്റെ മരണം ഇങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജോലി ചെയ്തു ജീവിക്കുന്നതിനിടയിലാണ് തന്റെ 39-ാം വയസ്സിൽ ശ്രീധരനുണ്ണി ഹൃദയം തകർന്ന് മരിക്കുന്നത്. മരണകാരണം ഡൽഹി ഗാഥകളിൽ M മുകുന്ദൻ ഇങ്ങനെ വിശദീകരിക്കുന്നു: ശ്രീധരനുണ്ണി ഉദ്യോഗം കിട്ടി തലസ്ഥാന നഗരിയിൽ വന്ന നാൾ തുടങ്ങി പതിവായി വായിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് പത്രം തുറന്ന് മുൻപേജിൽ കണ്ണോടിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. പൊടുന്നനെ അയാളുടെ ഹൃദയമെടുപ്പ് നിലച്ചു. 39-ാമത്തെ വയസ്സിൽ ഹൃദയം തകർത്തു കളയാൻ മാത്രം എന്തു വാർത്തയാണ് ആ ഇംഗ്ലീഷ് പത്രം കരുതി വെച്ചിരുന്നത് എന്നല്ലേ? അത് മറ്റൊന്നുമായിരുന്നില്ല, യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. യുദ്ധം തുടങ്ങിയെന്ന വാർത്ത വായിച്ചാണ് ശ്രീധരനുണ്ണി ഹൃദയം തകർന്നു മരിച്ചു പോകുന്നത്. യുദ്ധത്തെക്കുറിച്ച് നോവലിൽ ഒരിടത്ത് ആത്മകഥമെന്നോണം ശ്രീധരനുണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്: എല്ലാം സഹിക്കാം, സഹിക്കാൻ കഴിയാത്തത് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. എത്രയെത്ര മനുഷ്യർ ചത്തൊടുങ്ങും. മരിച്ചു വീഴുന്ന മനുഷ്യരെ ഓർത്ത് മനസ്സ് വിങ്ങുന്ന ഏതു മനുഷ്യ സ്നേഹിയുടെയും ഹൃദയം തകർക്കാൻ കൽപ്പുള്ള വാർത്തയാണ് യുദ്ധം. ശ്രീധരനുണ്ണിയുടെ മരണത്തിലൂടെ യുദ്ധത്തിന്റെ ഭീകരതയും വിനാശവും അത്രമേൽ തീവ്രമായി M മുകുന്ദൻ ആവിഷ്കരിച്ചിരിക്കുന്നു. പശ്ചാത്തലം ഇന്ത്യ ചൈന യുദ്ധകാലമാണെങ്കിലും എല്ലാ യുദ്ധത്തിനുമെതിരായ സന്ദേശമാണ് ഡൽഹി ഗാഥകളിലൂടെ M മുകുന്ദൻ പങ്കുവെക്കുന്നത്. തുടങ്ങുന്നത് പോലെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല യുദ്ധമെന്നും അവസാനിച്ചാൽ തന്നെ അതിന്റെ ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും ഡൽഹി ഗാഥകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കുറെ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഭൂമിയെ മുറിവേൽപ്പിച്ചിട്ടും മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ്. യുദ്ധം പോയാലും അത് വന്ന വഴിയിൽ മുറിപ്പാടുകളും വ്രണങ്ങളും അവശേഷിക്കണം. അല്ലെങ്കിൽ എന്തു യുദ്ധം? നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തതായി ഇപ്പോൾ വാർത്തയിൽ കാണുന്നു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ. ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനത്തെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം. കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത്. എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്ത. ഇത് ലോകത്തെ യുദ്ധഭീതിയിലാഴ്ത്തുന്നു. യുദ്ധത്തിനു വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട്. ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ട്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ്. സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ. യുദ്ധത്തിൽ വിജയികളല്ലെന്നതാണ് സത്യം. ഏതു യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. മനുഷ്യരും കന്നുകാലികളുമെന്നല്ല, പരിസ്ഥിതി തന്നെയും മുറിവേറ്റ് പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ്. കണ്ണീരും ചോരയും നിലക്കാത്ത വിലാപങ്ങളുമാണ്. അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ. ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പിറക്കട്ടെ എന്നായിരുന്നു M സ്വരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ യുദ്ധവിരുദ്ധ സന്ദേശം പങ്കിട്ട M സ്വരാജിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം അതിർത്തിയിലെ പൂരമാണെന്ന് പറഞ്ഞ സ്വരാജിന്റെ കുറിപ്പിനെ എത്ര മനുഷ്യ സ്നേഹം തുളുമ്പുന്ന കവിത എന്നാണ് രാഹുൽ പരിഹസിച്ചത്.
ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രം യുദ്ധത്തിനെതിരായ സമാധാനത്തിന്റെ സന്ദേശവാഹകനാകുന്ന എം സ്വരാജ് ഇടയ്ക്കൊക്കെ ഈ സമാധാന സന്ദേശം സ്വന്തം പാർട്ടിയിലെ ഭീകരവാദികൾക്കു കൂടി പറഞ്ഞു കൊടുക്കണം. അങ്ങയുടെ കാപട്യം കുറയ്ക്കാൻ സഹായിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ശ്രീ എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തെ പറ്റിയും അതിലുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലിനെ പറ്റിയും ഒക്കെയുള്ള വേദനയാണ് ആ തികഞ്ഞ മനുഷ്യസ്നേഹിയിൽ നിന്ന് ഉണ്ടാകുന്നത്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചില യുദ്ധം അതിർത്തിയിലെ പൂരമാണ്. എത്ര മനുഷ്യസ്നേഹം തുളുമ്പുന്ന കവിത അല്ലയോ മനുഷ്യസ്നേഹി. അതിർത്തിക്കപ്പുറം പോകും മുൻപ് അങ്ങേക്ക് സംഘടനാപരമായി ഉത്തരവാദിത്തമുള്ള കണ്ണൂരിലേക്കൊന്നു പോകണം. രാജ്യം യുദ്ധസഹജമായ അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ദിവസം പോലും കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷ് പിയാറിന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പൊളിഞ്ഞ വീടുകളെ പറ്റി ആശങ്കപ്പെടുന്ന മനുഷ്യസ്നേഹി സനീഷിന്റെ വീട് ആക്രമിച്ചപ്പോൾ ചുടുകട്ട വന്നു പതിച്ചത് അവന്റെ 4 വയസ്സുകാരി മകളുടെ തൊട്ടടുത്താണ്. ഇന്ത്യ അതിർത്തിയിലെ മനുഷ്യരെ സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്ന അതേ ദിവസം, എന്തിനേറെ പറയുന്നു, കണ്ണൂരിൽ പോലും പൗരനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തുന്ന അതേ സമയം തന്നെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ തീവ്രവാദികൾ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനെയും സംസ്ഥാന ഭാരവാഹികൾ റഷീദും രാഹുൽ വെച്ചിയോടും മുസ്ഹിനോടും അടക്കമുള്ളവരെ തടഞ്ഞുവെച്ച് ആക്രമം അയച്ചുവിടുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിക്കുന്ന ഭീകര പ്രവർത്തനം ഒരിക്കൽ പോലും കാണാതെ അനിവാര്യമായ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രം യുദ്ധത്തിനെതിരായ സമാധാനത്തിന്റെ സന്ദേശവാഹകനാകുന്ന എം സ്വരാജ് ഇടയ്ക്കൊക്കെ ഈ സമാധാന സന്ദേശം സ്വന്തം പാർട്ടിയിലെ ഭീകരവാദികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ കാപട്യം കുറയ്ക്കാൻ സഹായിക്കും. ഏറ്റവും ചുരുങ്ങിയത് രാജ്യത്തിന്റെ അതിർത്തിയിൽ യുദ്ധം പുകയുമ്പോഴെങ്കിലും ആയുധം താഴെ വെക്കാൻ സ്വന്തം പാർട്ടിക്കാരെ ഉപദേശിക്കണം. ഈ കൊലവിളി ഇപ്പോഴെങ്കിലും നിർത്താൻ അവരോട് പറയൂ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.